കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കൊരു മിനി സെക്രട്ടേറിയറ്റ് സാധ്യമാകുന്ന കാര്യമാണ് ഗവൺമെൻറ് വിചാരിച്ചാൽ. ഈ വർഷം പറഞ്ഞിട്ട് 6-7 മാസമായിട്ടുള്ളൂ. 5 പൈസ മലബാറിൻ്റെ ഈ പറയുന്ന കണ്ണൂർ വരെയുള്ള വനാന്തരങ്ങൾ ചെലവഴിക്കാൻ എവിടെയില്ല. പാലക്കാടിലെ ജനങ്ങളുടെ സ്ഥിതി, കർഷകർ ആകെയുള്ള നെല്ലാണ്, ഒരു സംരക്ഷണമില്ല. ഒരു ജലസേചന പദ്ധതികൾ പരിപൂർണമായും കനാല് വഴിയായിരുന്നു അവിടെ നെൽകൃഷി നടന്നിരുന്നത്. സകലം തകർന്ന് തരിപ്പണമായി കിടക്കുക, ഒരു മെയിൻ്റനൻസും ഇല്ല. 3 വിള ഇറക്കിയിരുന്ന പാലക്കാട് നെൽകർഷകർക്ക് ഒരു വിള പോലും ഇറക്കാൻ സാധിക്കില്ല. എന്താ കാരണം? ഒരു മലബാറിലാണ്. കാസർഗോഡ് ജില്ല എന്താ സ്ഥിതി? ഇതുപോലെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല നമ്മുടെ സംസ്ഥാനത്തുണ്ടോ? ഒരു ആശുപത്രി ഉണ്ടോ? എൻഡോസൾഫാൻ കാസർഗോഡ് എന്ന് പറയുമ്പോൾ ആകെ നമുക്ക് ഓർമ്മ വരിക അതാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. എല്ലാത്തിനും കർണാടക ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ. കാസർഗോഡ് ജില്ല കേരളത്തിലാണോ എന്ന് നമ്മളവിടെ പോയാൽ സംശയിക്കും. കോവിഡ് കാലത്ത് കർണാടക ബൗണ്ടറി അടച്ചു. 28 ആളാണ് ചികിത്സ കിട്ടാൻ മരിച്ചത് ഒരു മെഡിക്കൽ കോളേജിലായിട്ട്. ഇപ്പം നമുക്ക് മെഡിക്കൽ കോളേജെങ്കിലും ഉണ്ട്. കാസർഗോട്ടുകാരെ അന്ന് ബോർഡ് വെച്ചതാ, ഇന്നും പൂർത്തീകരിച്ചിട്ടില്ല. എന്താ കാരണം? കേരളത്തിലെ ഏറ്റവും കൂടുതൽ പരന്ന ഭൂമിയുള്ള, മനുഷ്യവാസ പ്രദേശം കുറഞ്ഞ, ഏറ്റവും കൂടുതൽ എംപ്റ്റി ലാൻഡുള്ള നാടിൻ്റെ പേര് കാസർഗോഡ് ജില്ലയാണ്. ഒരു വ്യവസായം ഉണ്ടോ? കടലോരപ്പോൾ ഇന്നലെ വാർത്തകൾ കണ്ടു, അങ്ങനെ തീർന്നു പോവാ. ആകെ ടൂറിസം, മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കണ്ട, ഒരു മാർഗവുമില്ല. കണ്ണൂര് ആർക്കെങ്കിലും തൊഴിലുണ്ടോ? ക്യാപ്റ്റൻ്റെ നാടാണല്ലോ. എന്താ പറയുന്നത്? ബീഡി തൊഴിലാളികൾ എവിടെ? ആർക്കെങ്കിലും അറിയോ? ഒരു തൊഴിലും അവരെ ഒരു രജിസ്ട്രേഷൻ നടന്നിട്ടില്ല. സർക്കസ് പ്രധാന ഒരു കലയായിരുന്നു കേരളത്തിൻ്റെ, അതിൻ്റെ ഈറ്റിലായിരുന്നു കണ്ണൂര്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ സർക്കസ് കൊണ്ട് ജീവിച്ചിരുന്ന, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സർക്കസ് തൊഴിലാളികൾ ഉണ്ടായിരുന്ന എന്താ പറയുക ജില്ലയുടെ പേരാ കണ്ണൂർ. ഒക്കെ കടല വറക്കാൻ നടക്കുക. ഒന്നും ഉണ്ടായില്ല. കൈത്തറി കണ്ണൂരായിരുന്നു. വല്ലതും കേൾക്കുന്നുണ്ടോ? ആർക്കെങ്കിലും തൊഴിലുണ്ടോ? നാട്ടിലൊരു ഓട്ടോറിക്ഷ പോലും ഓടുന്നില്ല മലബാറിൽ. കാരണം ഓട്ടോറിക്ഷ ഓടി ആ തൊഴിലാളിക്ക് ജീവിക്കാനുള്ള ആരെങ്കിലും കയറേണ്ട ഇതിൽ. സാമ്പത്തികമായി സാമൂഹികമായി ഇങ്ങനെ പിന്നോട്ടടിച്ചു. ഈ ഗൾഫും പ്രവാസികളും ഇല്ലെങ്കിൽ ഇപ്പം നമ്മളൊക്കെ നല്ല ഷർട്ടും കുപ്പായിട്ട് നടക്കുക. മലബാറുകാർ കാണാൻ നല്ല കോലുണ്ട്, അങ്ങാടികളും ബാക്കിയുള്ളതൊക്കെ. അത് ഈ പ്രവാസികളുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രം ഈ പറയുന്ന മലബാറിനോടുള്ള ഇത്രയും വലിയ വിവേചനം മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ആവർത്തിച്ച് നടപ്പിലാക്കിയിട്ടും ഈ മലബാറിൽ ജീവിക്കുന്ന നമ്മളൊക്കെ ഇങ്ങനെ ഒരു വൃത്തിയും വെടുപ്പിൽ നടക്കുന്നത് ഈ പ്രവാസികൾ വിദേശത്ത് പോയി കഠിനാധ്വാനം നടത്തി ഇന്നും അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ ആ പച്ചപ്പിലാണ് ഈ മലബാർ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഈ വിവേചനം അവസാനിപ്പിക്കണം. ഈ പറയുന്ന ജില്ലകൾ ഇവിടെ വിഭജിക്കപ്പെടണം. ഇതിനു വേണ്ടിയിട്ട് ജില്ലകൾ ഇതിന് പരിശോധന നടത്താൻ ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം. പിന്നെ നമ്മൾ ഉയർത്തുന്ന മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി ഉയർത്തുന്ന ഏറ്റവും വലിയ ആവശ്യം, കാരണം നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് കാസർഗോഡ് നിന്ന് ഒരാൾക്ക് എത്തണമെങ്കിൽ 800 കിലോമീറ്റർ യാത്ര ചെയ്യണം. കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കൊരു മിനി സെക്രട്ടേറിയറ്റ് സാധ്യമാകുന്ന കാര്യമാണ് ഗവൺമെൻറ് വിചാരിച്ചാൽ. മറ്റ് പല സംസ്ഥാനത്തും ഇതേപോലെയുള്ള സെമി സെറ്റപ്പുകൾ കർണാടകയിൽ അടക്കമുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാ? ഹൈക്കോടതി ബെഞ്ച് കർണാടകയിൽ 2 സ്ഥലത്തുണ്ട്, തമിഴ്നാട്ടിൽ 2 സ്ഥലത്തുണ്ട്. അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു സെമി സെക്രട്ടേറിയറ്റ് കേരളത്തിലെ 45% ജനങ്ങൾ ജീവിക്കുന്ന കോഴിക്കോടിനെ ബേസ് ചെയ്തുകൊണ്ട് മലബാർ കേന്ദ്രീകരിച്ച് ഒരു സെമി സെക്രട്ടേറിയറ്റ്, അതൊരാവശ്യം നമ്മളത് ഉന്നയിക്കുന്നുണ്ട്. അതിൽ സെക്രട്ടേറിയറ്റ് അനക്സ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മന്ത്രിമാരുടെ ഓഫീസ്, ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ,
നമുക്കറിയാം എന്തൊരു സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ് കുട്ടിക്കായാലും തിരുത്തണമെങ്കിൽ എന്തിനു വേണം? തിരുവനന്തപുരത്തേക്ക് പോകണം. ഹൈക്കോടതി ഇവിടെ ഒരു ബെഞ്ച് അനുവദിക്കാം, മറ്റു സംസ്ഥാനങ്ങളിൽ അനുവദിച്ച പോലെ തന്നെ